ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെവീസ് വേൾഡ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വ്ളോഗാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ മുള്ളൻചക്ക മരമാണ്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണാൻ പറ്റും. ഇത് കണ്ടോ? ഇത് പടവളങ്ങയാണ്. അപ്പം നമ്മുടെ മുള്ളൻചക്ക മരത്തിനകത്ത് പടവളങ്ങയുടെ വള്ളി വളർന്നിട്ട് അതിനകത്ത് പടവളങ്ങ പിടിച്ചതാണ്. അതുകൊണ്ടോ ഫ്രണ്ട്സ്, അത് ഒരു 2-3-4 പടവളങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതെല്ലാം നമ്മുടെ കറണ്ട് കമ്പി ഉണ്ടല്ലോ അതിനകത്തായിപ്പോയി. അത് കാരണം നമുക്കത് പിച്ചെടുക്കാൻ പറ്റിയില്ല. ഇത് താഴെ പിടിച്ച പടവളങ്ങയാണ്. ഇത് നമ്മൾ പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേറെയും 1-2 പടവളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരത്തെ കിട്ടിയ പടവളങ്ങ നമ്മൾ അന്ന് തോരൻ വെച്ചിരുന്നു. ഇപ്പോൾ ഇത് പിച്ചിപ്പം എനിക്ക് തോന്നി ഇത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ ഈസ്റ്ററിന് വാങ്ങിയ പച്ചക്കറിയുടെ വിത്തിട്ട് കിളിച്ചതാണ്. ഓക്കെ, നമുക്കിനി രാവിലെ ഞങ്ങൾക്ക് കറക്കി കിട്ടിയിരിക്കുന്നത് വലിയ കിളിമീനാണ്. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കിളിമീൻ കറി വയ്ക്കാം നമുക്ക്. അതിനായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് നമുക്ക് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പിഴുപുളി പിഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കഷ്ണം മീൻ കൂടി വറുത്തെടുക്കണം. കറണ്ട് പോയി. ഞാനിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. അപ്പം ഇവിടെ പുറത്ത് നല്ല മഴയുണ്ട്. അങ്ങനെ കറണ്ട് പോയി വന്ന് നിൽക്കുവാണ്. നമ്മുടെ സെബിക്കുട്ടൻ കറിമീൻ കഴിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് സെബിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു കഷ്ണം മീൻ ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് ഒരു കഷ്ണം മീൻ നമ്മുടെ സെബിക്കുട്ടന് വേണ്ടി പൊരിക്കാനായിട്ട് അരപ്പ് തേച്ച് വെച്ചു. അപ്പോൾ ഇതേക്ക് നമ്മുടെ കറിയുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് മീൻ പൊരിക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്കൊരു കറിവേപ്പില തണ്ട് കൂടി വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യാനുള്ള മീൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് രാവിലെ നമ്മുടെ പടവളങ്ങ കാണിച്ചില്ലേ, അതിൽ നിന്നും 2 പടവളങ്ങ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ശരിയാക്കിയെടുക്കാം. ഓക്കെ, അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരുന്ന നമ്മുടെ പടവളങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈകിട്ട് സെബിക്കുട്ടന് ട്യൂഷനും ഉണ്ടാക്കണം. സെബിക്കുട്ടൻ കാലത്ത് സ്കൂളിൽ പോയി വന്ന് പിന്നെ വൈകിട്ടാണ് വീണ്ടും ട്യൂഷന് പോകുന്നത്. അപ്പോൾ നമുക്ക് സെബിക്കുട്ടന് ട്യൂഷനും ഉണ്ടാക്കാം. സെബിക്കുട്ടനെ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഞാൻ മമ്മിയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. മമ്മിക്ക് ചെക്കപ്പിന് പോകേണ്ടുന്ന ദിവസമായിരുന്നു. അപ്പോൾ മമ്മിയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. മമ്മിക്ക് കുറച്ച് ദിവസമായിട്ട് സുഖമില്ലായിരുന്നു. അപ്പം മമ്മിയുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. മമ്മീനെ കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. വൈകുന്നേരങ്ങളിൽ ആ ഡോക്ടർ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ നോക്കാറുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ക്ലിനിക്കിൽ പോയി മമ്മിക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം സെബിക്കുട്ടൻ്റെ ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും ഞാനും എൻ്റെ സെബിക്കുട്ടനും കൂടെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരുന്നു. അപ്പം ഞങ്ങളുടെ പള്ളിയാണ് ഈ കാണുന്നത്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടേക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പാലത്തിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ തന്നെ പള്ളി നന്നായിട്ട് കാണാൻ സാധിക്കും. ഇത് തെക്കുംഭാഗം പള്ളിയാണ്. ഇവിടെ പെരുന്നാളായിരുന്നു. അപ്പം അതിൻ്റെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളീ കാണുന്നത്. ഫുള്ള് അലങ്കരിച്ചിട്ടിരിക്കുകയാണ്.